പുരസ്സരം കാഴ്ചവെക്കുന്നു ടോമിച്ചൻ കണ്ട പൂങ്കിനാവ്. കൗമാരത്തിൽ നിന്ന് യൗവനത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന യുവമിഥുനങ്ങൾക്ക് തങ്ങളുടെ ജീവിത സഖിയെക്കുറിച്ച് ധാരാളം സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങളെ താലോലിച്ച് നട്ട് പിന്നീട് തളിർത്ത് മുട്ടിട്ട് ചിലർക്കെങ്കിലും അത് അതിശോഭനമായി പൂവണിയും വാടാമലരായിത്തീരും. എന്നാൽ മറ്റു ചിലർക്ക് അത് പൂവണിയാതെ പോവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. തലമുറകളായി കണ്ട ആ കാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചതിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആശയം ഷൈനി മാത്യൂസ് ആൻഡ് ജയ. ഛായാഗ്രഹണം ജയ ആൻഡ് കവിത. ശബ്ദം നൽകിയവർ ജൂബി, ബിജു, പ്രീണു, ജിബി. കഥാസംവിധാനം ജിബി അലക്സ്. മാർഗനിർദ്ദേശം തന്ന ബഹുമാനപ്പെട്ട ലാബിയച്ചനോടുള്ള പ്രത്യേക സ്നേഹവും കടപ്പാടും ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾ ആരംഭിക്കട്ടെ, നിങ്ങൾ ആസ്വദിച്ചാലും. നേരം ഇത്ര പുലർന്നിട്ടും തൊമ്മിച്ചൻ ഇതുവരെ ഉണർന്നില്ലേ? എന്നാ പറയാനാ ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യം. അവൻ രാത്രി വെളുക്കുവോളം ടെക്സ്റ്റിങ്ങും ചാറ്റിങ്ങും ഒക്കെ എഴുന്നേറ്റ് കാണത്തില്ല. നീ പോയി അവനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് കോളേജിൽ പറഞ്ഞയക്ക്. അച്ചായ ദേ ചായ ഒന്ന് കുടിച്ചേ, ഞാൻ പോയി അവനെ നോക്കിയിട്ട് വരാം. എടാ തൊമ്മിക്കുഞ്ഞേ, എഴുതാക്കടാ. ദേ അപ്പച്ചൻ ഇങ്ങോട്ട് വരുന്നു, എഴുന്നേറ്റ് വന്നേ. ഈ അപ്പച്ചന്റെ ഒരു കാര്യം, ഉറങ്ങാൻ സമ്മതിക്കത്തുമില്ല. അപ്പച്ചൻ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ചാക്കോയെ, തൊമ്മിക്കുഞ്ഞിന് നമ്മുടെ പൈലിയുടെ മോളുമായി ആലോചിച്ച കാര്യം എന്തായി? അവർക്ക് നമ്മുടെ പയ്യനെ ഇഷ്ടപ്പെട്ടോ? ഏത് പൈലിയുടെ കാര്യമാ അപ്പച്ചൻ പറയുന്നേ? എടാ, നമ്മുടെ തെക്കേത്തലയ്ക്ക് താഴത്തേരി താമസിക്കുന്ന. ഓ, അതവർക്ക് സമ്മതമാ കേട്ടോ, അത് കൊള്ളാം. അപ്പച്ചനൊന്നും വേറെ പണിയില്ലേ? എനിക്കിതിനൊന്നും സമയമായിട്ടില്ല. അപ്പച്ചൻ ഇതൊന്നോർത്ത് പേടിക്കേ വേണ്ട. എനിക്കിഷ്ടം പോലെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഇതിങ്ങനെ കുറച്ച് നാളെ പോട്ടെ. ചെറുമകനെ, തൊമ്മിക്കുഞ്ഞെ, ഞങ്ങളൊക്കെ നല്ല ദൈവഭയത്തിലാണ് വളർന്നത്. അന്ന് നിന്റെ അമ്മച്ചയെ കല്യാണം കഴിക്കുമ്പോൾ അവൾക്ക് 10 വയസ്സാണ്. ചപ്പച്ച, നിന്നെ പ്രസവിക്കുമ്പോൾ നിന്റെ അമ്മയ്ക്ക് ഇടവത്തിൽ 18 കഴിഞ്ഞ് കാണും. ഞാൻ എല്ലാം ഓർക്കുന്നു, ഇന്നലെ കഴിഞ്ഞതുപോലെ. ദാ നോക്കിയേ, ആ കാണുന്ന പാഠവരൂപത്തോടെയാണ് ഞാൻ കൊച്ചുത്രേസ്യയെ കൊച്ചും കൂടെ കൈപിടിച്ചു വന്നത്. അപ്പച്ചൻ തന്റെ വിവാഹ ദിവസത്തെ മകൻ ചാക്കോച്ചനെയും ചെറുമകൻ തോമിച്ചിനെയും അങ്ങനെ കാട്ടിക്കൊടുത്തു. കൊള്ളാം. അപ്പം പണ്ടേ തകർക്കണായിരുന്നല്ലോ. അടിച്ച് പൊളിച്ച് നടന്ന എന്നെ ഈ അപ്പൻ ഒരാളാ ചെങ്ങലക്കിട്ട്. ഓ, ഞാൻ എന്തുമാത്രം സ്വപ്നം കണ്ടതാ. കിട്ടിയത് ഒരു കാട്ടുകൂത്തിന്. എത്ര മനോഹരമായിരുന്നു എന്റെ കലാലയ ജീവിതം. ചാക്കോച്ചൻ തന്റെ മധുരിക്കുന്ന ഓർമ്മകളെ അയവിറക്കുന്ന കാഴ്ച അപ്പനും മകൻ തോമിച്ചനും കണ്ടു.
മകനെ ചാക്കോച്ച, ഇത് ഇന്ന് അവസാനിപ്പിക്കണം. നിന്റെ അപ്പനാടാ വിളിക്കുന്നത്, വീട്ടിലേക്ക് വരാൻ. താഴത്തങ്ങാടിയിൽ വറീദിന്റെ മോളുമായി ഞാനും നിന്റെ അമ്മയും കൂടി നിന്റെ കല്യാണം വാക്ക് പറഞ്ഞു കഴിഞ്ഞു. അവൾ അമേരിക്കയിൽ വലിയ നേഴ്സാണെന്നാണ് പറഞ്ഞു കേട്ടത്. നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോകണം. ചാക്കോയ്ക്ക് പെണ്ണ് കാണുവാനായി അപ്പനും മകൻ ചാക്കോയും താഴത്തങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. പെണ്ണിൻ കവിളിന് കുങ്കുമമേകുമ്പോൾ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ഞാൻ. ഇത്തിരി നാടൻ പെണ്ണിൻ കവിളിന് കുങ്കുമമേകുമ്പോൾ മംഗളഗന്ധം ആടി കരളിനെ ഇക്കിളിയൂട്ടുമ്പോൾ ആശംസ. അതൊന്നും ശരിയാവില്ല. എനിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ട്. ഞാൻ വളരെ പാടുപെട്ട് ചാറ്റ് ചെയ്ത് ക്യാച്ച് ചെയ്തതാണ്. ഞങ്ങൾ ഒരുമിച്ച് കുറച്ചു നാൾ താമസിച്ചേ കല്യാണം കഴിക്കുന്നുള്ളൂ. തൊമ്മിക്കുഞ്ഞേ, നിങ്ങളൊന്നും പറയണ്ട, അങ്ങനെ നടക്കും. അവസാനം അപ്പച്ചനും ചാക്കോച്ചനും തൊമ്മിക്കുഞ്ഞിന്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ശരി, നിങ്ങളുടെ സഹായത്തിന് വേണ്ടി നമ്മുടെ വിശ്വസ്ത കാര്യസ്ഥൻ ആന്റെ കൂടെ ഒരു സഹായത്തിന് വരട്ടെ. തൊമ്മിച്ചന്റെ ഈ പെട്ടെന്നുള്ള തീരുമാനം അപ്പച്ചന് വളരെ പ്രയാസമുണ്ടാക്കിയെങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവരെ യാത്ര അയച്ചു. അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതം. അപ്പച്ച, തൊമ്മിക്കുഞ്ഞേ, നിനക്ക് എന്തു പറ്റി? അപ്പച്ച ഒന്നും പറയണ്ട. അവൾ നമ്മുടെ കാര്യസ്ഥൻ ആന്റോയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ഞാൻ കഷ്ടപ്പെട്ട് ചാറ്റ് ചെയ്ത് ചീറ്റിപ്പോയല്ലോ. മോനെ തൊമ്മിക്കുഞ്ഞേ, സാരമില്ലടാ. അപ്പച്ചന് സന്തോഷമായി. തൊമ്മിക്കുഞ്ഞെ, നീ മടങ്ങി വന്നില്ലേ? ആ പൈലിയുടെ മോളുമായിട്ടുള്ള കല്യാണം തന്നെ നമുക്ക് നടത്താം. അങ്ങനെ അപ്പച്ചന്റെ ആഗ്രഹം പോലെ തൊമ്മിക്കുഞ്ഞിന്റെ കല്യാണം ആർഭാടപൂർവ്വം നടന്നു. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരു പട്ടുവെട്ട വിരിച്ചറിയിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം. താരഹാരമണിഞ്ഞരാവിൽ ആനന്ദമുല്ലാസം മാനമൊഴുകുമ്പോൾ ആശംസ